മീഡിയസിലേക്ക് സ്വാഗതം. ആവേശം 100 കോടി ക്ലബിൽ 12 ദിവസങ്ങൾ പിന്നിടുന്ന സിനിമ 13-ാം ദിവസം 100 കോടി ക്ലബിലേക്ക് കയറിയ പ്രഖ്യാപനം വരുന്നു. അങ്ങനെ 11 ദിവസത്തെ കളക്ഷനാണ് ഇപ്പോൾ നമുക്ക് കറക്റ്റായി ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരള കളക്ഷൻ 40 കോടിയും, തമിഴ്നാട് കളക്ഷൻ 4.6 കോടിയും, കർണാടക കളക്ഷൻ 6.2 കോടിയും, AP നിസാം റെസ്റ്റ് ഓഫ് ഇന്ത്യ 1.9 കോടിയുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമായി 52 കോടി നേടിയ സിനിമ വിദേശങ്ങളിൽ നിന്ന് 39 കോടിയോളം നേടി. 91 കോടിയാണ് 11 ദിവസങ്ങൾ കൊണ്ട് നേടിയത്. 12-ാം ദിവസത്തോടെ സിനിമ 97 കോടിക്ക് അടുത്ത് എത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 13-ാം ദിവസം അല്ലെങ്കിൽ 12-ാം ദിവസത്തെ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു. 13-ാം ദിവസം വേറെ ഒന്നുമല്ല, സിനിമ 100 കോടി തൂക്കിയിരിക്കുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ സിനിമ 100 കോടിയിലേക്ക് കയറിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതായത് 12-ാം ദിവസം 97 കോടി നേടിയ സിനിമ പ്രീസെയിലിലൂടെ മാത്രം തന്നെ 12-ാം ദിവസം തന്നെ 100 കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് 13-ാം ദിവസത്തെ പ്രീസെയിലിലൂടെ എന്ന് തന്നെ പറയാം. സമീപകാലത്ത് നമ്മൾ മലയാള സിനിമ ഞെട്ടിക്കുന്നു എന്ന് തന്നെ പറയാം. അതിൽ ഏറെ ഞെട്ടിക്കുന്നത് ഫഹദ് ഫാസിലിൻ്റെ ഈ ഒരു സിനിമ തന്നെയാണ്. വിഷു റിലീസായി വമ്പൻ വെല്ലുവിളികളോടെ വന്ന സിനിമകളെയെല്ലാം ഓടിച്ചിട്ട് മാറ്റി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാർജിനിൽ വെട്ടിച്ചാണ് ഈ ഒരു സിനിമ ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. പ്രശസ്ത ട്രാക്കിങ് ചെയ്യുന്ന സിനി ട്രാക്കേഴ്സ് തന്നെ അത് വെളിവാക്കുന്നു. ഇതിൻ്റെ ഒപ്പം ഇറങ്ങിയ സിനിമയ്ക്കാൾ ഏകദേശം 30 കോടിക്ക് മുകളിലാണ് 11 ദിവസത്തെ ഈ സിനിമയുടെ കളക്ഷൻ അന്തരം എന്നുള്ളതാണ്. ഇന്ന് സിനിമ 100 കോടി കയറുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാവുകയാണ്. ഇതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന സിനിമകളെ എല്ലാത്തിനെയും വെല്ലുവിളിച്ച് തന്നെയാണ് ഈ സിനിമ 100 കോടി ക്ലബിൽ കയറുന്നത്. എന്താണേലും അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഇന്നും ഈ സിനിമയുടെ കളക്ഷൻ ഭീകരമായിട്ട് തന്നെ മുന്നോട്ട് കുതിക്കുന്നു. ആ കളക്ഷൻ റിപ്പോർട്ടുകളുമായി നമുക്ക് പിന്നീട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. 100 കോടി നേടിയ ഫഹദിനും കൂട്ടർക്കും ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ മികച്ച രീതിയിൽ 100 അല്ല 200ലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.